Hi dear friends, welcome to Kerala McTech. നമ്മുടെ കൂടെ ഒരു സ്വിഫ്റ്റ് ഡിസയർ ഒരു ഓയിൽ ലീക്ക് സംബന്ധമായ പ്രശ്നമായിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. പലപ്പോഴും ഓയിൽ ലീക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുകൾ വരാൻ ചാൻസസ് ഉണ്ട്. അതുപോലുള്ളൊരു കേസാണിത്. നമ്മൾ പലപ്പോഴും നിസ്സാരമായി കാണുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പലപ്പോഴും ഇഗ്നോർ ചെയ്തു പോകുന്ന ചില കാര്യങ്ങൾ എത്രത്തോളം വലിയ ഇഷ്യൂസ് ഒരു കാറിനെ സംബന്ധിച്ച് കൊണ്ടുവരും എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഓയിൽ പാനിൻ്റെ സീലിംഗ് ഒക്കെ പോയി ഓയിൽ ലീക്കായ പോലെയുണ്ട്. പക്ഷേ നമ്മളൊന്നും കൂടി കാര്യമായിട്ട് ഇൻസ്പെക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിൻ്റെ ടർബോയിൽ നിന്ന് നല്ല ലീക്കുണ്ട്. ടർബോയുടെ അടിഭാഗമാണിത്. അതേപോലെ റൈറ്റ് സൈഡിൽ, എഞ്ചിൻ്റെ റൈറ്റ് സൈഡിൽ കംപ്രസറിൻ്റെ അടിഭാഗത്തായിട്ട് ഓയിൽ ലീക്ക് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് മൾട്ടിപ്പിൾ സൈഡിൽ നിന്നാണ് ഓയിൽ ലീക്ക്. ടർബോ പ്ലസ് നമ്മുടെ ഓയിൽ ഫിൽറ്ററിൻ്റെ ഹൗസിങ്ങിൽ നിന്ന് ഓയിൽ ലീക്ക് വരുന്നുണ്ട്. നമുക്കത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഫിൽറ്റർ ഒന്ന് ഊരിയെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഫിൽറ്റർ ഒന്ന് അഴിച്ച് നോക്കാം. ഓയിൽ ഫിൽറ്ററിൻ്റെ ക്യാപ്പ് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓയിൽ ഫിൽറ്റർ കറക്റ്റായിട്ട് തന്നെ ഇൻസെർട്ടഡ് ആണ്. ഫിൽറ്ററിൻ്റെ ക്യാപ്പ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ക്യാപ്പ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ ഓറിങ് വളരെ പുവർ കണ്ടീഷനിലാണ്. ഓറിങ് ഒന്നിലെ ഇത് ഒരുപാട് ഓവർ ടൈറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ എക്സാക്റ്റ് ടോർക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ ടോർക്കിൽ തന്നെ വേണം ഇത് ടൈറ്റ് ചെയ്യാൻ. ഓവർ ടൈറ്റ് ചെയ്താൽ ഇതുപോലെ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ പുതിയ ഫിൽറ്റർ മാറാൻ നേരത്ത് ആ ഓറിങ് ഇടാൻ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. പുതിയ ഓറിങ് ഇടാൻ വിട്ടുപോയിട്ടുണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരു സൈഡ് ഇതായി. ഇനി നമുക്ക് നോക്കേണ്ടത് ടർബോ ആണ്. അപ്പോൾ ടർബോയുടെ ഓയിൽ ലീക്ക് നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടർബോയുടെ ഔട്ട്ലെറ്റിലുള്ള ആ ഒരു ഹോസ് നമുക്ക് ഊരി നോക്കാം. ഊരിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഹോസ് നമുക്ക് ഊരിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അത്യാവശ്യം നല്ല ടൈറ്റ് ഉണ്ട്. നല്ലോണം പുള്ളി ചെയ്തപ്പോഴാണ് ഹോസ് ഊരി വന്നത്. എനിവേ ഹോസ് നമുക്ക് ഇച്ചിരി സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ചെക്ക് ചെയ്യാം. നമുക്കിവിടെ എന്തോ ഒരു ബ്ലൂയിഷ് കളറിൽ എന്തോ ഒരു ഗ്ലൂ പോലെ കാണുന്നുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഈ ഓയിൽ ലീക്ക് പ്രശ്നമായിട്ട് കസ്റ്റമർ നേരത്തെ വേറെ ഏതോ ഒരു ഗരാജിൽ കാണിച്ചിരുന്നു. എന്നിട്ട് വീണ്ടും കുറച്ച് കാലം ഓടിയതിന് ശേഷം ഇങ്ങനെ ഓയിൽ ലീക്ക് വരികയായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവർ ആക്ച്വൽ റൂട്ട് കോസ് പിടിക്കാതെ ജസ്റ്റ് അവർ ഏതോ ഒരു ബോണ്ട് ഇട്ടിട്ട് വീണ്ടും നല്ലോണം ടൈറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. പക്ഷെ അത് ഇതിനെ റെക്ടിഫൈ ചെയ്തില്ലല്ലോ. ടർബോയുടെ ഇന്നർ പോർഷനിൽ ഓയിൽ ലീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്കൊരു ചെറിയ വിദ്യയുണ്ട്. നോൺ പ്രൊഫഷണൽസ് ആരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യരുത്. കാരണം ഇച്ചിരി റിസ്ക്കിയാണ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മളൊരു 1500 മുതൽ ഒരു 2000 RPM വരെ ഡ്രൈവ് ചെയ്തപ്പോൾ തന്നെ ടർബോയിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ പുറത്ത് വരുന്നുണ്ട്. ഇത് തന്നെ നല്ല ഹൈ സ്പീഡിൽ കാർ ഓടിക്കുമ്പം ഇതിലും അധികം ഓയിൽ പുറത്ത് വരും. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഇഷ്യൂ. അപ്പോൾ നമുക്ക് ടർബോ എന്തായാലും റിമൂവ് ചെയ്യാം. ടർബോ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബമ്പറും അതിൻ്റെ ഇൻ്റർകൂളറും കാര്യങ്ങളെല്ലാം അഴിച്ചിട്ടുണ്ട്. കാരണം ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം റിമൂവ് ചെയ്തേക്കുന്നത്. നമുക്കിവിടെ ഈസി ആയിട്ട് കാണാം. എക്സോസ്റ്റ് മാനിഫോൾഡിൻ്റെ ഹീറ്റ് ഷീൽഡ് അഴിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ 3 നട്ടുകൾ കാണാം. അത് ടർബോയുടെ മൗണ്ടിങ്സ് ആണ്. അത് നമുക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സൈലൻസറിൻ്റെ പോർഷൻ നമുക്ക് അടിയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ഓയിൽ കണക്ഷൻസ് ഊരിയെടുത്താൽ ടർബോ നമുക്ക് ഈസി ആയിട്ട് പുറത്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടർബോ ചാർജർ. ഇതിൻ്റെ ടർബോ ചാർജറും ഇതിൻ്റെ നമ്മുടെ കാറ്റലറ്റിക് കൺവേർട്ടറും ഒരുമിച്ചാണ് പുറത്തേക്ക് ഊരിയെടുക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഊരിയെടുക്കാൻ വളരെ ടഫായിട്ടുള്ള ഒരു ജോബാണ്. അപ്പോൾ ഇത് ഇച്ചിരി കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട പരിപാടിയാണ്. കാരണം എക്സോസ്റ്റ് നമ്മുടെ ഈ O2 സെൻസറും നമ്മുടെ കാറ്റലറ്റിക് കൺവേർട്ടറും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ടർബോ സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ടർബോയുടെ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കാം.
ടർബോ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കാറ്റലൈറ്റിക് കൺവെർട്ടറിൻ്റെ ഇന്നർ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ചിലപ്പോൾ അത് ബ്ലോക്ക് ആയാലും ടർബോയ്ക്ക് കേടുവരാം. അപ്പോൾ അത് ഒരു മെയിനായിട്ടുള്ള ഒരു പോയിൻ്റാണ്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ടർബോയും കൊണ്ട് ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു റിറ്റ്സൺ ടർബോയിലാണ്. കോട്ടയം നാഗമ്പടത്തുള്ള റിറ്റ്സൺ ടർബോ സ്പെഷ്യലിസ്റ്റാണ്. ജോസ്കോ മിഡ് ടൗൺ സ്ക്വയറിൻ്റെ ഓപ്പോസിറ്റായിട്ട്, നമ്മുടെ ടോണിക് കഫേയുടെ ഒക്കെ ഓപ്പോസിറ്റായിട്ട് ആണ് ഈ ഒരു ഷോപ്പ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മുടെ സണ്ണിച്ചേട്ടൻ നമ്മുടെ ടർബോ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലീൻ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് പെർഫോം ചെയ്യുന്നത്. യൂട്യൂബ് ഉണ്ട്. ഓക്കെ. സണ്ണിച്ചേട്ടൻ മെയിനായിട്ട് ഫോളോ ചെയ്യുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, ഫസ്റ്റ് ക്ലീനിങ് കഴിഞ്ഞ് ഇൻസ്പെക്ഷൻ, അത് കഴിഞ്ഞാൽ റെക്ടിഫിക്കേഷനും റീടെസ്റ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ടർബോ കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ചെയ്തിട്ട് റെഡി ആക്കിയിട്ടായിരിക്കും നമുക്ക് ടർബോ വീണ്ടും തിരിച്ചു കിട്ടുന്നത്. നമ്മുടെ ടർബോ പുതിയ മാറേണ്ട ആവശ്യമില്ല. ഓവറോൾ കിറ്റ് ചെയ്താൽ ഇത് റെഡിയാവുമെന്നാണ് സണ്ണിച്ചേട്ടൻ പറഞ്ഞേക്കുന്നത്. 22 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള സണ്ണിച്ചേട്ടന് ഏതാണ്ട് 12 കൊല്ലമായിട്ട് സ്വന്തം ഷോപ്പുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് സണ്ണിച്ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ 12 വർഷമായിട്ട് ടർബോ മാത്രം പണിയുന്നത്. 12 വർഷം. കേരളത്തിൽ ആദ്യമായിട്ട് ടർബോ റിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നത് ഞാനാണ്. പിന്നെ ഒരു കോഴിക്കോട് ഇതുണ്ടായിരുന്നു കമ്പനി ടെല്ലിൻ്റെ, അവിടെ ഞാൻ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബേസിക്കലി ഐ ഫ്രം കമിൻസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന് സ്വന്തമായിട്ട് അങ്ങ് തുടങ്ങിയതാണ് നമ്മൾ. ഓക്കെ, ഗുഡ്. അപ്പോൾ പ്രൈവറ്റ് ആയിട്ട് കേരളത്തിൽ ഫസ്റ്റ് കമ്പനിയായിരുന്നു ടെല്ലിൻ്റെ. അത് കഴിഞ്ഞ് കേരളത്തിൽ ആദ്യമായിട്ട് പ്രൈവറ്റൈസേഷൻ ചെയ്തത് ഞാനാണ്. വേറെ ഇതാണ് കിറ്റ്. ഓക്കെ. പിന്നെ അതൊരു ഫുള്ള് സാധനം നമ്മൾ കയറ്റി. ഓക്കെ. മുമ്പോട്ട് കേട്ടപ്പോൾ ഒരു കിറ്റിനകത്ത് ഈ ഓറിങ്ങും സാധനം അതെല്ലാം ഇങ്ങനെ ഒറിജിനലായിരുന്നു ടെല്ലിൻ്റെ. ജെനുവിൻ പാർട്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചൈന ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് ചൈന കിറ്റ് ഇവിടെ ഇല്ല. ടർബോ എനർജി ലിമിറ്റഡിന്റെ സാധനം തന്നെയാണ്. ടർബോ എനർജി ലിമിറ്റഡിന്റെ സാധനം. ടർബോയും അത് തന്നെയാണ്. ടർബോ എനർജി ടെല്ലിന്റെ തന്നെ സാധനമാണ്. അത് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു സംശയം വെക്കണ്ട. നമ്മൾ അതെ പ്രേക്ഷകർക്കും പല ആൾക്കാർക്ക് വർഷക്കാർക്കും സംശയമുണ്ട് ഈ ചൈനയാണോ ഉപയോഗിക്കുന്നത്. ഒട്ടുമിക്ക ടർബോകളുടെയും ജെന്യൂൻ പാർട്സുകൾ ഉപയോഗിച്ചാണ് ഇവിടെ ടർബോ ഓവർഹോൾ ചെയ്യുന്നത്. ഈവൻ നമുക്ക് കൊമേർഷ്യൽ വെഹിക്കിൾസിൻ്റെയും ടർബോ ഇവിടെ ഓവർഹോൾ ചെയ്യുന്നുണ്ട്. വളരെ റെയർ ആയിട്ടുള്ള ചില ടർബോകളുടെ ഓവർഹോൾ കിറ്റ് വരുന്നില്ല. അതുമാത്രം നമ്മൾ മറ്റ് മാർക്കറ്റുകളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അൾട്ടിസിന്റെ ടർബോ ആയിരിക്കുന്നത്. ഏത് ബ്രാൻഡും അല്ലേ? ഇതിന്റെ ഒറിജിനൽ കിട്ടുകയല്ല. ഇതിന്റെ കോസ്റ്റ് കൂടുതലാണ്. അല്ലേ? ടൊയോട്ട ആൾട്ടിസ് അല്ലേ? ഇപ്പം നമ്മൾ കോറ് റിപ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ളത് കണ്ടോ? ഓക്കെ. കോർ റീപ്ലേസ് ചെയ്തല്ലേ? അപ്പോൾ കോറ് നമുക്ക് ജെന്യൂൻ കിട്ടാല്ല, അതോ ഇതിന്റെ ജെന്യൂൻ കിട്ടത്തില്ല. ഇതിന് ഒരുപാട് വിലയും വരുന്നുണ്ടോ അല്ലേ? നല്ല വിലയത്. ക്ലീനിങ് ആൻഡ് ഇറ്റ്സെൽഫ് ഒരു വലിയ സംഭവം. കാരണം ഇപ്പൊ പുത്തൻ ടർബോ പോലെയാണ് എല്ലാ സാധനം. നല്ല പക്ക പെർഫെക്റ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വന്നപ്പോൾ എന്തൊരു പരുവത്തിരുന്നാണ് ഓയില് കുളിച്ച്. നമ്മുടെ ഞാൻ ഈ കമ്മിറ്റ്സ് ട്രെയിനിങ് സമയത്ത് നമുക്ക് ഫസ്റ്റ് ട്രെയിനിങ് കിട്ടുന്നത് ക്ലീനിങ് ആണ്. ഓക്കെ. ക്ലീനിങ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്താൽ പെർഫെക്ഷൻ കിട്ടുള്ളൂ. ശരിയാ, അത്രേ ഉള്ളൂ. അത് തന്നെയല്ല, നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അതെ, ക്ലീൻ ചെയ്യുന്നവരെ നമ്മൾ ഇതിന്റെ എസ്റ്റിമേറ്റ് പോലും പറയാൻ പാടില്ല. ശരിയാ, ക്ലീൻ ചെയ്തതിന് ശേഷം എസ്റ്റിമേറ്റ് പറയാൻ പാടുള്ളൂ എന്ന്. ഡയഫ്രാം അടക്കം ചേട്ടൻ ഇവിടെ ചെക്ക് ചെയ്യുമല്ലേ? ഈ ഡയഫ്രാം പോലും കംപ്ലൈന്റ് ആയതും മാറാൻ കിട്ടും. സ്വിഫ്റ്റ് ഡിസൈറിന്റെ ടർബോ അസംബിൾ ചെയ്തു. ഇതാണ് എൻ്റെ കണ്ടീഷൻ. അപ്പം ഇവിടെ വരാൻ വേണ്ടിയിട്ടുള്ള ലൊക്കേഷനും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. കോട്ടയം നാഗമ്പടം ടോണിക് കഫേയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം മെക്കാനിക് സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആവട്ടെ. ഇവിടെ എല്ലാവരും വരിക. തീർച്ചയായിട്ടും നല്ലൊരു സർവീസ് കിട്ടുന്നതാണ്. എനിവേ, ഷോപ്പിൽ നല്ല തിരക്കുണ്ടായിരുന്നെങ്കിൽ പോലും സണ്ണിച്ചേട്ടൻ സെയിം ടൈം തന്നെ നമുക്ക് പണിത് റെഡിയാക്കി ഡെലിവറി ചെയ്തു ടർബോ. ഇനി എന്തായാലും ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെ ടർബോ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ക്ലീനിങ് ആണ്. സണ്ണിച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ക്ലീൻ ചെയ്യണമെന്നുള്ളൊരു കാര്യം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ ഇവിടെ എല്ലാം ഒലിച്ചിരുന്ന ഓയിൽ നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഫിറ്റ്മെൻറ്റ്, അതായത് ഇൻ്റർകൂളർ, ബമ്പർ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് വണ്ടി ഒരു ലോങ് ഡ്രൈവ് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു ലോങ് ഡ്രൈവ് ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരു റിസൾട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ടർബോയുടെ ഭാഗം കാണിക്കാം. യാതൊരുവിധ ഓയിൽ ലീക്കോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. നല്ല അടിപൊളിയായിട്ട് പുത്തം പോലെ തന്നെ ഇരിപ്പുണ്ട്. അതുപോലെ നമ്മുടെ ഓയിൽ ഫിൽറ്റർ നമ്മൾ മാറിയായിരുന്നു. ഓയിൽ ഫിൽറ്റർ അതിൻ്റെ പുതിയ ഓറിങ് നമ്മൾ മാറിയതോടുകൂടി ആ ഫിൽറ്റർ ഹൗസിങ്ങിലുള്ള ആ ഓയിൽ ലീക്കും മാറി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആ ഒരു ഇഷ്യൂ മാറി കിട്ടി. നമ്മുടെ വണ്ടി പക്ക പെർഫെക്റ്റ് ആയിട്ടുണ്ട്. എൻജിൻ്റെ ലോവർ പോർഷനിലും യാതൊരുവിധ ഓയിൽ ലീക്കൊന്നും തന്നെ കാണാനില്ല. അപ്പം നമ്മൾ ചെയ്തേക്കുന്ന ഇത്ര മാത്രം: ടർബോ ഓവർഹോൾ ചെയ്തു, ഓയിൽ ഫിൽറ്റർ റീപ്ലേസ് ചെയ്തു, പ്രോപ്പർ ടോർക്കിൽ ടൈറ്റ് ചെയ്തു. അതേപോലെ നമ്മുടെ ഓയിൽ പാൻ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ നമ്മളൊന്ന് റീസീൽ ചെയ്തു. അങ്ങനെ നമ്മുടെ വണ്ടി പക്ക പെർഫെക്റ്റായി ഡെലിവറിക്ക് വേണ്ടി റെഡി ആയിരിക്കുകയാണ്. വീണ്ടും നമുക്ക് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.